നമസ്കാരം. ഞാൻ ഡോക്ടർ മനോജ് കുമാർ, കണ്ണൂരിലുള്ള ഹോമിയോപ്പതി ഡോക്ടറാണ്. നമ്മൾ സാധാരണ ആണിരോഗം വളരെ സാധാരണമാണല്ലോ. ആണിരോഗം ആധുനിക വൈദ്യശാസ്ത്രത്തിന് അത്ര എളുപ്പമല്ല. കാരണം പ്രധാനമായിട്ട് അവർ ആ കോൺ ഇളക്കിക്കളയാവുന്ന ചില പ്രൊസീജിയേഴ്സാണ്, എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻസാണ് ഉപയോഗിക്കുക. പക്ഷേ അത് രണ്ടാമത് വരുന്നത് തടയാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് സാധാരണഗതിയിൽ കഴിയില്ല. അതുമാത്രമല്ല, ആ കോൺ റിമൂവ് ചെയ്ത ഭാഗത്ത് വലിയ ആഴത്തിൽ കുഴി ഉണ്ടാവണം. പ്രമേഹ രോഗം പോലെയുള്ള ചില ശാരീരിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരിൽ അത് പഴുപ്പ് വരാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഹോമിയോപ്പതി മരുന്നുകൾ അതിന് വളരെ ഫലപ്രദമാണെന്ന് നിങ്ങൾക്ക് പല ആൾക്കാർക്കും അറിയാവുന്നതാണ്. അതിൽ ഏറ്റവും സാധാരണമായിട്ടുള്ള മരുന്നുകൾ നിങ്ങൾക്കറിയാം, ആൻറ്റിക്രൂഡ്, സൈലീഷ്യ പോലുള്ള മരുന്നുകളൊക്കെ തന്നെയാണ്. അപ്പോൾ എക്സ്റ്റേണൽ ആപ്ലിക്കേഷൻ സാധാരണ ഉള്ളത് മാറ്റണമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥകൾക്ക് സാധാരണ അലോപ്പതിയിൽ കോൺ പ്ലാസ്റ്ററാണ് ഉപയോഗിക്കുക. അപ്പോൾ അതേ കോൺ പ്ലാസ്റ്റർ തന്നെ നമുക്കും ഉപയോഗിക്കാൻ പറ്റും. ആ കോൺ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ നമുക്ക് അർട്ടിമേഷ്യ വൾഗാരിസ്, അതുപോലെ വെറേട്രം വെറൈഡ് ടിഞ്ചർ, ഇവയൊക്കെ നമുക്ക് ഈ കോൺ പ്ലാസ്റ്ററിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് സംശയം തോന്നാം, ഇനി കോൺ പ്ലാസ്റ്ററിൻ്റെ ഗുണം കൊണ്ടാണോ ഇത് മരുന്നും അല്ല ഈ രോഗം മാറിയെന്ന് തോന്നാം. അങ്ങനെ സംശയമുള്ളവർക്ക് സാധാരണ എന്താ പറയുക, നമ്മൾ ആ മുറിവിലൊട്ടിക്കാവുന്ന പ്ലാസ്റ്ററിൻ്റെ ഉൾവശത്ത് പഞ്ഞി വെച്ചിട്ട് ആ പഞ്ഞിക്ക് ഉള്ളിൽ ഈ മരുന്നുകൾ അൾട്ടിമേഷ്യ വൾഗാരിസും പിന്നെ അതുപോലെ തന്നെ വെറേട്രം വെറൈഡാണ് സാധാരണ ഉപയോഗിക്കുക. അതുപോലെ തൂജ ടിഞ്ചർ ഉപയോഗിക്കാറുണ്ട്. അലിയം സെറ്റൈവ ടിഞ്ചർ ഉപയോഗിക്കാറുണ്ട്. ഈ അലിയം സെറ്റൈവയൊക്കെ പഴയകാലത്ത് ട്രഡീഷണലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. അത് എഫക്റ്റീവാണ്. പക്ഷേ അത് ഒരെണ്ണം പോകാനേ പറ്റുള്ളൂ. റെക്കറൻസ് ഇല്ലാതെ ആവണമെങ്കിൽ നമുക്ക് ഉള്ളിൽ മരുന്ന് കഴിക്കണമെന്ന് പറയാം. അപ്പം മരുന്നുകളിൽ ഏറ്റവും നല്ലത് ആൻറ്റിക്രൂഡാണ്. ആൻറ്റിക്രൂഡ് പല പൊട്ടൻസിയും ഡിപ്പെൻഡിങ് അപ്പോൺ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ പേഷ്യൻറ്റ്. നമുക്ക് സാധാരണ 30 മുതൽ, ഞാൻ 30 to 100 എല്ലാം ഉപയോഗിക്കാറുണ്ട്. 10 ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. 10 വരെ ഫലപ്രദമാണെന്ന് അർത്ഥം. പിന്നെ ഇത് വരുന്ന ടെൻഡൻസി മാറ്റാൻ വേണ്ടിയിട്ട് ഒരു നല്ല മെഡിസിൻ ബോവിസ്റ്റിയാണ്. ബോവിസ്റ്റി നിങ്ങൾക്കറിയാം, ഈ കലോസിറ്റീസ്, തഴമ്പുകൾ വരുന്ന പ്രകൃതം ഉള്ളതാണ്. ഈ സിസേഴ്സ് പിടിക്കുമ്പോൾ തഴമ്പ് വരുന്നതെന്നൊക്കെ നമ്മൾ മെഡിക്കൽ വായിച്ചത് ഓർമ്മയുണ്ടാവും. അപ്പോൾ ഇവിടെയും ഈ കോൺസിൻ്റെ ഒറിജിനൊക്കെ നിങ്ങളൊന്ന് പുസ്തകം നോക്കി വായിച്ചു നോക്കുക. അധികം ഈ പ്രഷർ കൂടുതലുള്ള ഭാഗങ്ങളിലാണ് വരിക എന്നുള്ളത് കൊണ്ട് ഈ ആൻറ്റിക്രൂഡ് ഈ ബോവിസ്റ്റ നല്ലൊരു മെഡിസിനാണ്. ഈ പ്രഷർ കൊണ്ടുള്ള എഫക്റ്റ് എന്നുള്ള ആ ഒറ്റ ഇൻഡിക്കേഷൻ നമ്മളുള്ള ആർണിക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാം. പ്രത്യേകിച്ച് വേദന ഉണ്ടെങ്കിൽ ആർണിക്ക, കോൺസ്റ്റൻറ്റ് പ്രഷർ ഓൺ ദാറ്റ് ഏരിയ എന്നുള്ള രീതിയിൽ ആർണിക്ക ഉപയോഗിക്കാം. എലോങ് വിത്ത് ആർണിക്ക ടിഞ്ചർ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കാൽമെഗ്, നമ്മൾ ലിവർ മെഡിസിനായിട്ട് കൊടുക്കുന്ന കാൽമെഗില്ലേ, കാൽമെഗ് 6C അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ തന്നെ മാറുമെന്ന് കുറേ അഷുറൻസ് കാണുന്നുണ്ട്. ഉപയോഗിച്ച് നോക്കാം. പിന്നെ ആ ശരീരപ്രകൃതം അനുസരിച്ച് ഈ ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരിലും മാറാരോഗികൾക്കൊക്കെ സൾഫർ കാർക്കേരിയ ലൈക്കോപോഡിയം ആ ഒരു ഓർഡറിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യത്യാസം വരാറുണ്ട്. പിന്നെ സെപ്പിയ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പിന്നെ സെപ്പിയ പോലെ തന്നെ ഒന്നാണ് റണ്ണങ്കുലസ് ബൾബോസിൻ്റെ ഏത് സ്കിന്നിലുള്ള ആക്ഷൻ ആണെങ്കിലും അതിൻ്റെ നടുക്ക് ഒരു അംബലിക്കസ് ഉണ്ടാകും എന്ന് പറയും. നമുക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് ചിക്കൻ ബോക്സിനൊക്കെ മൊളസ്കം കണ്ടേജിയസും ഇതുപോലെ തന്നെ കോൺസിനൊക്കെ നടുക്കൊരു കുഴിയുണ്ടല്ലോ, അങ്ങനെ വരുന്ന രീതിയിലുള്ള എന്ത് കണ്ടീഷനകത്തും നമുക്ക് സിമിലിമം എന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ച് നമുക്ക് എർണങ്കുലസ് ബൾബോസ് നമുക്ക് ഉപയോഗിക്കാറുണ്ട്. പിന്നെ കോസ് ചിലവരിൽ ഈ മുള്ളു കൊണ്ടിട്ട് വരും. പ്രത്യേകിച്ച് നമ്മുടെ നാടുകളിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ട്രൈബൽസിനൊക്കെ ഇല്ലിൻ്റെ ഇല്ലി എന്ന് പറഞ്ഞാൽ ഓട വിഭാഗത്തിൽപ്പെട്ട ഒരു ചെടിയാണല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ മുള്ള് തറച്ച് കയറിയിട്ട് അല്ലെങ്കിൽ ആണി തറച്ച് കയറിയിട്ട് ശേഷം വരിക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് അതിൻ്റെ കോസ് വെച്ചിട്ട് നമുക്ക് ലഡംബാൽ പോലുള്ള മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട്. സൈലീഷ്യ, അതിൻ്റെ എന്തെങ്കിലും സാധനങ്ങൾ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ സൈലീഷ്യ കഴിച്ച് കഴിഞ്ഞാൽ അത് എക്സ്പെൽ ചെയ്ത് പോകാൻ, അതിൻ്റെ പെയിൻ മാറാൻ സൈലീഷ്യ വണ്ണം അടക്കം കൊടുക്കാറുണ്ട്. വിസ്ബാഡൻ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാത്തൊരു മെഡിസിനാണ്. വിസ്ബാഡൻ നല്ലൊരു മെഡിസിനാണ്. മറ്റൊന്ന് പിന്നെ ഫെറം പിക്രിക്കം നിങ്ങൾക്കറിയാം, സാധാരണ വാട്സിനാണ് കൊടുക്കുക. ഫെറം പിക്രിക്കം ആ വാട്സിനും കൊടുക്കുന്ന ഒരുവിധം മെഡിസിൻസ് എല്ലാം തന്നെ ഈ കോൺസിനും ഫലപ്രദമാണെന്ന് എനിക്കറിയാം. ഈ കോൺസിനും വാട്സിനും തമ്മിലുള്ള ഒരു വ്യത്യാസം തന്നെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്കിന്നിൻ്റെ പുറത്തുണ്ട്. ഒന്ന് പുറത്തോട്ട് വരും, നമുക്കറിയാം വാട്സ് പുറത്തോട്ട് വളരുമ്പോൾ കോൺസ് ഉള്ളിലോട്ട് വളരുന്നു എന്നുള്ളതാണ്. അതുപോലെ അതിൽ പിടിച്ച് വലിച്ചു കഴിഞ്ഞാലുള്ള വേദന അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ കോൺസ് അതുകൊണ്ട് വാട്സാണെന്ന് തിരിച്ചറിയുന്നത് പോലും. പിന്നെ റേഡിയം ബ്രോമൈഡ് ഉപയോഗിക്കാറുണ്ട്. പഴുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഹെപ്പസൾഫ് സൈലീഷ്യൊക്കെ ഉപയോഗിക്കും. അതുപോലെ തന്നെ നൈട്രിക് ആസിഡ്, നല്ല കുത്തുന്ന പോലത്തുള്ള വേദനയായിരിക്കും.
എക്സ്റ്റേണലായിട്ട് ഞാൻ പറഞ്ഞല്ലോ, സാധാരണ തൂജ ടിഞ്ചർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ വാട്സിന് നമ്മൾ ഉപയോഗിക്കുന്ന പിന്നെ എക്സ്ട്രീം ആയിട്ടുള്ള മെഡിസിനായ പോഡോഫിലൻ ടിഞ്ചർ ആണ് ഉപയോഗിക്കാം. അർട്ടിമീഷ്യ വൾഗാരിസ് ഉപയോഗിക്കാം. വെറട്രം വെറൈഡ് ഉപയോഗിക്കാം. അപ്പോൾ ഇവയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി അലോപ്പതിക്കാർ ഉപയോഗിക്കുന്ന രീതിയിൽ പെട്ടെന്ന് കളയാൻ വേണ്ടി സാലിസിലിക് ആസിഡ് നമുക്കും ലോ പൊട്ടൻസി ഉപയോഗിക്കാം. സാലിക് ആസിഡും അതുപോലെ ലാക്റ്റിക് ആസിഡൊക്കെ ലോ പൊട്ടൻസീസാണ് അവർ ഉപയോഗിക്കാറുള്ളത്. ഇതേ രീതിയിലുള്ള നമ്മുടെ മെഡിസിൻസ് ഉണ്ട്, നമുക്ക് അത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഈ പ്രിവെൻറ്റീവായിട്ട് കോൺസ് വരാതിരിക്കാൻ ഏറ്റവും നല്ല മെഡിസിൻസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ഫലപ്രദമായ രീതിയിൽ എന്ന് വെച്ചാൽ ആൻറ്റി ക്രൂഡാണ്. മറ്റൊന്ന് ഈ ടെൻഡൻസി, ഈ കലോസിറ്റി ടെൻഡൻസി എന്നുള്ളത് മാറ്റാനുള്ള രീതിയിൽ ബോവിസ്റ്റിയാണ്. പിന്നെ ഓരോ ലൊക്കേഷൻ അനുസരിച്ചും പിന്നെ ഈ വാട്സിന മെഡിസിൻസ് ഉണ്ട് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഹീലിൽ മാത്രം കോമൺ ആയിട്ട് കാണുന്നുണ്ട്, ഹീലിൽ മാത്രം വരുന്നുണ്ട് ഫോസ്ഫറസ്. ബേണിങ് പെയിൻ ആണെങ്കിൽ നമുക്ക് പെട്രോളിയം സൾഫർ. അപ്പോൾ ഇങ്ങനെയുള്ള മെഡിസിൻസ് കൊണ്ട് നമുക്ക് പിന്നെ കോൺസ് എന്ന് പറയുന്ന സാധനം ആണിരോഗം നമുക്ക് പൂർണ്ണമായിട്ടും മാറ്റാൻ പറ്റും. പിന്നെ ആ പേഷ്യൻസിൻ്റെ ആ ഒരു ശരീരപ്രകൃതം കൂടെ അനുസരിച്ച് പെർമനൻ്റ് റിലീഫിനുള്ള മെഡിസിൻസും കൂടി നിങ്ങൾ കൊടുക്കുക. അപ്പോൾ കോൺസ് നമുക്ക് പെർമനൻ്റായിട്ട് നമുക്ക് മാറ്റാൻ പറ്റും. മറ്റ് ഈവൻ മോഡേൺ മെഡിസിന് നമുക്ക് അതിൻ്റെ റെക്കറൻസ് തടയാൻ പറ്റില്ല. വീണ്ടും അതുപോലെ അതിൻ്റെ കോംപ്ലിക്കേഷൻസും മറ്റുള്ള അതിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലാകുന്ന സാഹചര്യങ്ങളും ഇങ്ങനെയുള്ള യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഹോമിയോപ്പതി മെഡിസിൻ കൊണ്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഈ മരുന്നുകൾ ഒന്നുകൂടി വായിച്ച് നോക്കി മനസ്സിൽ ഉറപ്പിക്കുക. ആവശ്യമുള്ള സമയത്ത് അത് പ്രയോജനപരമാകട്ടെ. ഹോമിയോപ്പതിയുടെ മേന്മ നമുക്ക് ജനങ്ങളിൽ നമുക്ക് എത്തിക്കാൻ കഴിയണം. അതുപോലെ കേസുകൾ നിങ്ങൾ പരമാവധി റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. കാരണം പലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് സംശയങ്ങളുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നമുക്ക് ധാരാളം ഡോക്യുമെൻ്റ് എവിഡൻസ്ഡ് ബേസ്ഡ് ഹോമിയോപ്പതി ആയിട്ട് മാറ്റാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഓക്കെ, സൈൻ ഔട്ട്.